Hi friends, welcome to our channel. അപ്പോൾ ഇന്ന് നമ്മൾ മാത്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററായ ഏരിയയാണ് പഠിപ്പിക്കുന്നത്. ഇത് നാലാമത്തെ പാർട്ടാണ്. ഇതിൽ പേജ് നമ്പർ 21 ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. അപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ഇതുപോലൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. In the figure, the diagonals of a quadrilateral split it into 4 triangles. The areas of 3 of them are shown in the picture. Calculate the area of the whole triangle. ഈ ഒരു ഫിഗറിൽ ഒരു ക്വാഡ്രിലാറ്ററലിനെ അതിൻ്റെ ഡയഗണൽസ് വെച്ചിട്ട് 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. 3 ഭാഗത്തിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ മുഴുവൻ ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ മുഴുവൻ കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് ഇത് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇത് കണ്ടുപിടിക്കാം. അതിന് പേര് കൊടുക്കാം. അപ്പോൾ പേര് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. ട്രയാങ്കിൾ AEB ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അറിയാമല്ലേ, ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് തേർഡ് സൈഡിലോട്ടുള്ള ലൈൻ ആ ട്രയാങ്കിളിനെയും ഈ സൈഡിനെയും ഈക്വൽ റേഷ്യോയിൽ കട്ട് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ട്രയാങ്കിൾ ACD നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ഒരു ട്രയാങ്കിൾ, അതിൽ 2 ട്രയാങ്കിളുണ്ട്. അപ്പോൾ ട്രയാങ്കിൾ AEB ഈസ് ടു ട്രയാങ്കിൾ DEC ഈക്വൽ ടു AE ഈസ് ടു EC. അതെങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ. ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് വരയ്ക്കുന്ന ലൈൻ ഈ ട്രയാങ്കിളിനെയും ഈ ഒരു AC എന്ന് പറയുന്ന ഈ ഒരു സൈഡിനെയും ഈക്വൽ റേഷ്യോയിൽ കട്ട് ചെയ്യും. അപ്പോൾ ഈ ട്രയാങ്കിൾസിൻ്റെ ഏരിയയുടെ റേഷ്യോ നമുക്കറിയാമല്ലേ, എന്താണ് 60:30. അത് ഈക്വൽ ടു AE ഈസ് ടു EC. ഇത് ചെറുതാക്കുമ്പോൾ 2:1 എന്ന് കിട്ടും. 2:1 എന്ന റേഷ്യോയിലാണ് ഈ ട്രയാങ്കിൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതേ റേഷ്യോയിലായിരിക്കും ഈ ട്രയാങ്കിളും ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ഈ ട്രയാങ്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ എഴുതാമല്ലോ. ട്രയാങ്കിൾ AEB ഈസ് ടു ട്രയാങ്കിൾ ECB ഈക്വൽ ടു AE ഈസ് ടു EC ആണല്ലോ. അപ്പോൾ നോക്ക്, ഈ AE ഈസ് ടു EC തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. AE ഈസ് ടു ECനെ 2:1 സോ ഇവിടെയും 2:1 എന്ന റേഷ്യോയിലായിരിക്കുമല്ലോ കാണുന്നത്, ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡിൻ്റെ റേഷ്യോ നമുക്കറിയാം, അതായത് ECBയുടെ റേഷ്യോ നമുക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ AEB ഈസ് ടു 40 ഈക്വൽ ടു 2:1 എന്ന് വരും. ഇനി നമുക്ക് ഈ AEBയുടെ ഇത് കണ്ടുപിടിക്കാൻ പാടുന്നില്ലല്ലോ. ഇത് ട്രയാങ്കിൾ AEB ഈക്വൽ ടു 40 × 2/1 ഈക്വൽ ടു 80 cm² എന്ന് നമുക്ക് കിട്ടും. AEB എന്ന് പറയുമ്പോൾ 80 cm². നമുക്ക് ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ അതായത് ഈ ക്വാഡ്രിലാറ്ററൽ ABCD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ക്വാഡ്രിലാറ്ററൽ ABCD ഈക്വൽ ടു ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതിയല്ലോ. 60 + 30 + 80 + 40 ആണല്ലോ. അത് ആഡ് ചെയ്താൽ മതി. അതപ്പോൾ 210 cm² എന്ന് നമുക്ക് കിട്ടും. ഈ 210 cm² ആണ് ഈ ഓൾ ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇത് നമ്മൾ 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ഇൻ ദിസ് പിക്ചർ ദ ഹൊറിസോണ്ടൽ ലൈൻസ് അറ്റ് ദ ടോപ്പ് ആൻഡ് ബോട്ടം ആർ പാരലൽ. Prove that the yellow and red triangles are of the same area.
അതായത് ഹൊറിസോണ്ടൽ ലൈൻസ് രണ്ടും പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ഏരിയ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് പേര് കൊടുക്കാം. എ ബി നമ്മൾ പേര് കൊടുത്തു. ഇനി നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. എളുപ്പമാണല്ലേ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ. അതായത് നമുക്ക് ഓൾറെഡി അറിയാം ഒരേ ബേസും തേർഡ് വെർട്ടെക്സ് പാരലൽ ലൈൻ ബേസിനോട് പാരലൽ ആയിട്ടുള്ള ലൈനിലുള്ള ട്രയാങ്കിൾസ് എല്ലാം ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും നമുക്ക് ഓൾറെഡി അറിയാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും പാരലലാണ്. ഈ രണ്ട് ട്രയാങ്കിൾ നോക്കുക, അതായത് എ ബി സിയും എ ബി ഡിയും നോക്കുകയാണെങ്കിൽ ഇതിന് രണ്ടിനും സെയിം ബേസ് ആണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ഏരിയ ഉള്ളതാണ് നമുക്ക് പറയാം. സോ ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു ട്രയാങ്കിൾ എ ബി ഡി. ഇത് രണ്ടും ഈക്വൽ ഏരിയ ഉള്ളതാണ്. ഇനി ഇതിൽ കോമൺ ആയിട്ടൊരു പാർട്ടുണ്ട്, രണ്ട് ട്രയാങ്കിൾസിലും കോമൺ ആയിട്ടൊരു പാർട്ടുണ്ട്. അതായത് ഈ ഒരു പാർട്ട് അല്ലേ, എ ഇ ബി എന്ന് പറയും, എ ബി ഇ എന്ന് പറയുന്ന ഈ ഒരു പാർട്ട് ട്രയാങ്കിൾ എ ബി ഇ എന്ന് പറയുന്ന ഈ ഒരു പാർട്ട് രണ്ട് ട്രയാങ്കിൾസിലും കോമൺ ആയിട്ടുള്ള പാർട്ടാണ്. ഈ കോമൺ പാർട്ട് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് വരുന്നത് ഈ രണ്ട് ട്രയാങ്കിൾസ് ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കുമല്ലോ. ഈ കോമൺ പാർട്ട് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇത് രണ്ടും നമുക്ക് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ട്രയാങ്കിൾ എ ഇ സി ഈക്വൽ ടു ട്രയാങ്കിൾ ബി ഇ ഡി. അപ്പോൾ ഇതിങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്. ഈ കോമൺ പാർട്ട് റിമൂവ് ചെയ്യുമ്പോൾ കിട്ടുമ്പോഴാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയാൻ പോകുന്നത്. അപ്പം ഇതുപോലെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. In the figure, the diagonals of a trapezium split it into 4 triangles. The area of the yellow triangle is 10 square centimeter and the area of the green triangle is 20 square centimeter. What is the area of the whole trapezium? അതായത് ഇതൊരു ട്രപ്പീസിയമാണ്. ഇതിനെ രണ്ട് ഡയഗണൽ വെച്ച് 4 ട്രയാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ട്രപ്പീസിയത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. അതായത് ഒരു പെയർ സൈഡ്സ് പാരലൽ ആയിരിക്കും. അപ്പോൾ ഇതിൽ ഈ രണ്ട് സൈഡ്സ് ആണ് പാരലൽ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് പേര് കൊടുക്കാം. ഇനി നമുക്കിതിൽ കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ഈ ട്രപ്പീസിയത്തിൻ്റെ മുഴുവൻ ഏരിയ ആണ് നമുക്കിതിൽ കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് രണ്ടും കണ്ടുപിടിക്കണം, എന്നാലേ നമുക്ക് മുഴുവൻ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇനി ഇത് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയതുകൊണ്ട് നമുക്കൊരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ട്രയാങ്കിൾ എ ബി ഡി ഈക്വൽ ടു ട്രയാങ്കിൾ എ ബി സി. അത് എന്താണ് കാരണം? ഈ രണ്ട് ട്രയാങ്കിളിനും സെയിം ബേസ് ആണ്. മാത്രമല്ല അതിൻ്റെ തേർഡ് വെർട്ടെക്സ് ബേസിന് പാരലൽ ആയിട്ടുള്ള ലൈനിലുമാണ്. അതുകൊണ്ട് നമുക്ക് ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു ട്രയാങ്കിൾ എ ബി ഡി എന്ന് പറയാം. ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു ട്രയാങ്കിൾ എ ബി ഡി. ഇനി നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് അറിയാമല്ലേ? ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ നമുക്ക് അറിയാം. ഇതിൻ്റെ രണ്ട് ട്രയാങ്കിളും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എ ബി സിയുടെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു 20 + 10 ഈക്വൽ ടു 30 cm² എന്ന് കിട്ടും. ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ 30 cm² ആണെന്ന് നമുക്കറിയാം. ഇനി നമുക്ക് ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു എ ബി ഡി എന്നറിയാം അല്ലേ? ട്രയാങ്കിൾ എ ബി സി 30 cm² ആണെങ്കിൽ എ ബി ഡിയും 30 cm² ആയിരിക്കും. അപ്പോൾ ഇനി എ ബി ഡി നോക്കുകയാണെങ്കിൽ ഒരു ഭാഗം നമുക്കറിയാം 20 cm² ആയിരിക്കും. അപ്പോൾ മറ്റേ ഭാഗം എങ്ങനെ കണ്ടുപിടിക്കും? ട്രയാങ്കിൾ ബി ഇ ഡി ഈക്വൽ ടു 30 - 20 ഈക്വൽ ടു 10 cm² എന്ന് നമുക്ക് കിട്ടും. ആണല്ലോ, ഇവിടെ നമുക്ക് 10 cm² ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ്. ബാക്കിയെല്ലാം നമുക്കറിയാമല്ലോ. അത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും പാടുണ്ടോ? അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അത് ഈ ഒരു ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്ന ഒരു ലൈൻ തേർഡ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ സൈഡും ട്രയാങ്കിളും ഈക്വൽ റേഷ്യോയിൽ അത് കട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എ ഇ ഈസ് ടു ഇ ഡി ഇത് രണ്ടും ഈക്വൽ ടു ട്രയാങ്കിൾ
ABE ഈസ് ടു ട്രയാങ്കിൾ BED എന്ന് നമുക്ക് കിട്ടും അല്ലേ? ശരിയാണല്ലോ. അപ്പോൾ ഈ ഇതിൻ്റെ ഇത് നമുക്കറിയാമല്ലേ, ഈക്വൽ ടു 20:10 ഈക്വൽ ടു 2:1. അതായത് 2:1 എന്നുള്ള റേഷ്യോയിലാണ് ഈ രണ്ട് അതായത് AEയെയും EDയെയും ഈ B എന്ന് പറയുന്ന ലൈൻ കട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആയിരിക്കും ഇവിടെ 2:1 എന്ന റേഷ്യോയിലായിരിക്കുമല്ലോ. അപ്പോൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ AE is to ED equal to triangle AEC is to triangle EDC ആണല്ലോ. അങ്ങനെയാണെങ്കിൽ AECയുടെ നമുക്കറിയാം 10 is to triangle EDC. അപ്പോൾ AE is to ED എന്ന് പറയുന്നത് 2:1 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, 2:1 ഈക്വൽ ടു 10 is to triangle EDC. ഇത് ഇനി ട്രയാങ്കിൾ EDC കണ്ടുപിടിക്കാൻ 1 × 10/2 ഈക്വൽ ടു 5 cm² എന്ന് നമുക്ക് കിട്ടും. ഇവിടെ അപ്പോൾ നമുക്ക് 5 cm² എന്ന് നമുക്ക് അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കാനുള്ള എന്താണ്, ഈ മുഴുവൻ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ ട്രപ്പീസിയം ABCD ഈക്വൽ ടു ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതിയല്ലോ, 20 + 10 + 10 + 5 അതായത് 45 cm² എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഇനി നമ്മൾ ഈ പാഠത്തിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. The picture below shows a trapezium divided into 4 parts by the diagonals. The area of the blue triangle is 4 cm² and the area of the green triangle is 9 cm². What is the total area of the trapezium? അത് ഇതൊരു ട്രപ്പീസിയമാണ്. ഈ G എന്നിട്ടേക്കുന്ന ഗ്രീൻ ആണ്, B ബ്ലൂ, Y യെല്ലോ, R റെഡ്. അപ്പം ഇത് ഗ്രീൻ ട്രയാങ്കിളിൻ്റെയും ബ്ലൂ ട്രയാങ്കിളിൻ്റെയും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓൾ ട്രപ്പീസിയത്തിൻ്റെ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ആദ്യം നമുക്ക് പേര് കൊടുക്കാം. ഇനി നമുക്ക് ഈ യെല്ലോ ട്രയാങ്കിളിൻ്റെയും റെഡ് ട്രയാങ്കിളിൻ്റെയും ഏരിയ സെയിം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. എങ്ങനെയാണ്? നമ്മൾ 7ാമത്തെ ക്വസ്റ്റ്യനിൽ കണ്ടായിരുന്നു. അതായത് ഇങ്ങനെ, അത് ഞാൻ ഒന്നുകൂടെ എഴുതുന്നില്ല, പറയാം. അതായത് ഈ ട്രയാങ്കിൾ ABC ഈക്വൽ ടു ട്രയാങ്കിൾ ABD. അതിൽ നിന്ന് ഈ AEB എന്ന് പറയുന്ന ഈ കോമൺ പാർട്ട് ഒഴിവാകുമ്പോൾ കിട്ടുന്നത് ട്രയാങ്കിൾ DEA ഈക്വൽ ടു ട്രയാങ്കിൾ CEB എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ യെല്ലോ ട്രയാങ്കിളും റെഡ് ട്രയാങ്കിളും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിന് രണ്ടിനും X എന്ന് കൊടുക്കാം. ഇനി നമ്മൾ എടുക്കുന്നത് ട്രയാങ്കിൾ ACD. അതായത് ഇങ്ങനെ ഈ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ അതിലെങ്ങനെയാണ് വരിക? അതിൽ എടുക്കുകയാണെങ്കിൽ AE is to EC ഈക്വൽ ടു X is to 4 cm². അതെങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായോ? അതായത് AE is to EC ഈക്വൽ ടു X is to 4. നേരത്തെ ഒരു ഇത് പറഞ്ഞായിരുന്നു, അത് ഞാൻ വീണ്ടും പറയുന്നില്ല. അതുപോലെ തന്നെ ട്രയാങ്കിൾ ABCയിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ AE is to EC ഈക്വൽ ടു 9 is to X. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. സോ X is to 4 ഈക്വൽ ടു 9 is to X. ഇനി നമുക്ക് ഈ X ഇപ്പുറത്ത് കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ X² ഈക്വൽ ടു 4 × 9. അത് ഇൻറ്റു ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. X × X 4 × 9 അത് 36. അപ്പോൾ X is equal to √36 ഈക്വൽ ടു 6 cm² എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ യെല്ലോ ട്രയാങ്കിളും റെഡ് ട്രയാങ്കിളും 6 cm² ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താ? ഈ ഓൾ ട്രപ്പീസിയത്തിൻ്റെ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ ട്രപ്പീസിയം ABCD ഈക്വൽ ടു 9 +
പ്ലസ് 6 ആണ്. അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 25 cm² എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക, എന്തായാലും റിപ്ലൈ തരും. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.